Students, a very good morning to all. അപ്പോൾ നമ്മുടെ 11th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ NCERTയിലെ 4ാമത്തെ ചാപ്റ്ററായ അനിമൽ കിങ്ഡത്തിന്റെ NCERT ബേസ് ചെയ്തിട്ടുള്ള എസെൻഷ്യൽ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അനിമൽ കിങ്ഡം നിങ്ങൾക്കറിയാം ഒരു വലിയ ചാപ്റ്ററാണ്. ഇഷ്ടംപോലെ ഫൈലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും എല്ലാ ഫൈലങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിലെ എക്സാമ്പിൾസും കുറച്ച് പെക്യൂലിയർ അവരുടെ ഫീച്ചേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അനിമൽ കിങ്ഡം നിങ്ങൾക്കറിയാം, അനിമൽ കിങ്ഡം ഇൻക്ലൂഡ് യൂക്കാരിയോട്ടിക്കും മൾട്ടി സെല്ലുലാറും ഓർഗാനിസങ്ങളാണ്. ഇതിന് സെവറൽ ഫൈല അക്കോർഡിംഗ് ടു സം ബേസിക് ഫീച്ചേഴ്സ്. അതിലൊന്നാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കി നമ്മൾ അനിമൽ കിങ്ഡത്തിനെ പല ഫൈലങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളതിന് എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ്, ടിഷ്യൂ ലെവലിനുള്ളവരാണ് സീലൻഡ്രേറ്റ്സ്, ഓർഗൻ സിസ്റ്റം ലെവലിനുള്ള എക്സാമ്പിൾ ആണ് ആൾ, ഹയർ, ഇൻവെർട്ടിബ്രേറ്റ്സും വെർട്ടിബ്രേറ്റ്സും. ഈ ബോഡി സിമെട്രിയുടെ അടിസ്ഥാനത്തിൽ 3 തരമാണ്. എസിമെട്രി, ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ആണ് എസിമെട്രി. അതിന് എക്സാമ്പിൾ സ്പോഞ്ചസ്. രണ്ടാമത്തെ സിമെട്രിയാണ് റേഡിയൽ സിമെട്രി. ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇതിനും എക്സാമ്പിൾ എന്ന് പറയാൻ സം സ്പോഞ്ചസ് സച്ച് ആസ് സൈക്കൺ. ഇനി ഈക്വൽ ഹാഫ്സ് ആയിട്ട് പറ്റുന്നതാണ് ബൈലാറ്ററൽ സിമെട്രി. സിംഗിൾ മീഡിയൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ സജൈറ്റൽ പ്ലെയിൻ ക്യാൻ ബി ഡിവൈഡ് ദ ബോഡി ഇൻടു 2 ഹാഫ്സ്. എക്സാമ്പിൾ മെനി ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണ്. ഇനി അടുത്തതാണ് എംബ്രിയോണിക് ഓർഗനൈസേഷൻ. എംബ്രിയോണിക് ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഉണ്ട്. 2 എംബ്രിയോണിക് ലേയേഴ്സ് ആണ്. എക്സ്റ്റേണൽ എക്ടോഡേമും ഇന്റേണൽ എൻഡോഡേമും ഉള്ള ജീവികളാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രൈറ്റ്സ്. ഇനി മീസോഗ്ലിയ ഈസ് പ്രസന്റ് ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം. ദ എംബ്രിയോസ് ഓഫ് ആൾ അതർ ആനിമൽസ് ഫ്രം ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ടു ഫൈലം കോർഡേറ്റ ഹാവ് 3 germ layers. ഏതൊക്കെയാ? എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. അങ്ങനെ 3 ലെയർ ഉള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കും. ഇതാണ് എംബ്രിയോണിക് ഓർഗനൈസേഷൻ. ഇനി ബോഡി ക്യാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ സീലോമേറ്റ്സ് ഉണ്ട്, സ്യൂഡോസീലോമേറ്റ്സ് ഉണ്ട്, എ സീലോമേറ്റ്സ് ഉണ്ട്. സീലോമേറ്റ്സിന് എക്സാമ്പിൾ അനലിഡ്സ്, മൊളസ്ക, ആർത്രോപോഡ, എക്കിനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ ഇവരെല്ലാം സീലോമേറ്റ്സ്. സ്യൂഡോസീലോമേറ്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അഷൽമിന്തസ്. എ സീലോമേറ്റ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ്. സീലോ എന്ന് വെച്ചാൽ ക്യാവിറ്റി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തതാണ് അനിമൽസിനെ തരംതിരിക്കുന്ന അടുത്ത ഒരു മാനദണ്ഡമാണ് സെഗ്മെന്റേഷൻ. മെറ്റാമറിക് സെഗ്മെന്റേഷൻ അതാണ് ട്രൂ സെഗ്മെന്റേഷൻ. ഇനി സ്യൂഡോ മെറ്റാമറിസം ഉണ്ട്, അതാണ് ഫാൾസ് സെഗ്മെന്റേഷൻ. അത് കാണിക്കപ്പെടുന്ന ജീവി ഏതാന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ഒക്കെ ചോദിക്കും. എക്സാമ്പിൾ ടേപ്വേംസ് ആണ്. ഈ നോട്ടോകോഡിന്റെ അടിസ്ഥാനത്തിലും 2 തരം ജീവികളാണ് അനിമൽസ്: കോർഡേറ്റ്സ്, നോൺ കോർഡേഴ്സ്. കോർഡേഴ്സിൽ ഹ്യൂമൻ ബീങ്സ്, ആൾ അനിമൽസ് വരും. നോൺ കോർഡേഴ്സ് പോറിഫറ തൊട്ട് എക്കിനോഡെർമേറ്റ വരെയുള്ള ജീവികൾ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസിൽ ആദ്യത്തെ ഫൈലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫൈലം പോറിഫറ. എക്സാമ്പിൾ വളരെ ഫേമസ് NCERTയിലുള്ളത് സൈക്കൺ, സ്പോഞ്ചില്ല, യൂസ്പോഞ്ചിയ. ഓക്കെ, ബാത്ത് സ്പോഞ്ചാണ് യൂസ്പോഞ്ചിയ. സ്പോഞ്ചില്ല ഒരു ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന സ്പോഞ്ചാണ്. ഇനി ഇവർക്ക് ബോഡി കൺസിസ്റ്റ് ഓഫ് ഒരു ഔട്ടർ പിനക്കോഡേം ആണ്, ഡെർമൽ എപ്പിത്തീലിയം. പിന്നെ ഇവർക്ക് ഒരു കൊയാനോഡേം ഉണ്ട്. പിന്നെ ഇവരിൽ കാണപ്പെടുന്ന പ്രത്യേകതരം സെൽസ് ആണ് കോളർ സെൽസ്. അത് പോറിഫറയുടെ ഏറ്റവും വലിയ പെക്യുലിയാരിറ്റി. ഇനി ഇവർക്ക് ഒരു കനാൽ സിസ്റ്റം ആണ് വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടി വെച്ചേക്കുന്നത്. അതിന്റെ പേരാണ് ഓസ്റ്റിയ. അതിന് സ്പോഞ്ചോസീൽ ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. പിന്നെ കാൽക്കേരിയസ് ഫൈബേഴ്സും സ്പിക്യൂൾസും സ്പോഞ്ചിൻ ഫൈബേഴ്സും ഒക്കെ ഇവരുടെ ശരീരത്തിൽ കാണുന്നത്. പിന്നെ ഇവർ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്, എന്ന് വെച്ചാൽ സെക്സസ് സെപ്പറേറ്റ് അല്ലാത്തതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. ഇവര് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ്. അടുത്ത ഫൈലമാണ് ഫൈലം സീലൻഡ്രേറ്റ. എക്സാമ്പിൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൈസേലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നത്. ആദംസിയ, സി അനിമോൺ, പെന്നാറ്റുല, സി പെൻ, സി ഇതെല്ലാം ഫൈലം സീലൻഡ്രേറ്റയുടെ അകത്ത് വരുന്നതാണ്. ഇവർ കാണിക്കുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബോഡി ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇവരുടെ അകത്തുള്ള പ്രത്യേകതരം സ്റ്റിങ്ങിങ് സെൽസ് ആണ് സ്നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നെമറ്റോബ്ലാസ്റ്റ് എന്ന് അറിയപ്പെടും. ഇവർക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി കാൾഡ് സീലൻഡ്രോൺ വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് മൗത്ത് ഉണ്ട്. ദർ ഈസ് പ്രസന്റ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്. പിന്നെ ഇവർക്ക് മെയിൻ ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ സൂയിഡ്സ് ആണ്. ഇവര് 2 തരം അൾട്ടർനേഷൻ കാണിക്കും, പോളിപ്പ് ഫോമും മെഡൂസ ഫോമും. അതിന്റെ ആ ഒരു അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇസ് കാൾഡ് ദ മെറ്റാജെനസിസ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒബീലിയ. ഫൈലം സി ടീനോഫോറ. എക്സാമ്പിൾ
പ്ലൂറോബ്രേക്കിയയും സി ടീനോപ്ലാനയുമാണ് ടീനോഫോറിക് എക്സാമ്പിൾ. ഇവർ കാണിക്കുന്നത് ബൈറേഡിയൽ സിമെട്രിയാണ്, എന്ന് വെച്ചാൽ റേഡിയലും ബൈലാറ്ററലും കാണിക്കും, രണ്ടും കാണിക്കും. ഇവർക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ദേ ആർ ആൾസോ കാൾഡ് സീ വാൾനട്ട്സ് ഓർ കോംബ് ജെല്ലീസ് എന്നറിയപ്പെടും. ഇവർക്ക് 2 rows ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട് ദാറ്റ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ദേ റീപ്രൊഡ്യൂസ് ഓൺലി സെക്ഷുവലി, മൊണീഷ്യസ് ആണ്. ഇവർക്ക് ബയോലൂമിനൻസൻസ് ഉണ്ട്, ഇരുന്ന് തിളങ്ങുന്ന ഒരു സ്വഭാവം. ഇനി അടുത്താണ് ഫൈലം പ്ലാറ്റിഹെൽമിൻതസ്. എക്സാമ്പിൾ ടീനിയ ഓർ ദ ടേപ്പ് വോം, ഫാസിയോള ഓർ ദ റിവർ ഫ്ലൂക്ക് ഒക്കെ പ്ലാറ്റിഹെൽമിൻതസ് തന്നെയാണ്. ഇവര് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, എസീലോമേറ്റ് ആണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയും ഉള്ളവരാണ്. ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇവരുടെ ബോഡിയിൽ അങ്ങനെ ഒരു പറയുന്ന ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻകംപ്ലീറ്റ് ആണ്, അത്രേ ഉള്ളൂ എടുത്തു പറയേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കോമൺ എൻഡോപാരസൈറ്റ്സ് മൊത്തം എന്തായിരിക്കും പ്ലാറ്റിഹെൽമിൻതസിൽ. അഷൽമിൻതസ്, ഫൈലം അഷൽമിൻതസിൽ എക്സാമ്പിൾ അസ്കാരിയാസിസ് അഥവാ റൗണ്ട് വോം, ഊച്ചിറിയ അഥവാ ഫിലേരിയൽ വോം, എൻസൈക്ലോസ്റ്റോമ ഓർ ദ പൂക്കും. ഇവരുടെ ബോഡി സിലിണ്ടർ ആണ്, അൺസെഗ്മെന്റഡ് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, സ്യൂഡോസീലോമേറ്റ്സ്. പിന്നെ ഇവർക്ക് ഇവരുടെ എന്താ പറയുന്നത് സെക്ഷൽ ഡൈമോർഫിസം ഇവർ കാണിക്കും. ബാക്കിയൊക്കെ ജസ്റ്റ് ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു ടേം ഒന്നുമില്ല. ഇനി അടുത്താണ് ഫൈലം അൻലിഡ. എക്സാമ്പിൾ നീറിസ്, ഫിറീട്ടിമ, ഹിറുഡിനേറിയ. ഇവരുടെ ബോഡി ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഷോ മെട്ടാമറിസം, ഓർഗൻ സിസ്റ്റം ലെവല്, ട്രൂ സീലം ഉണ്ട്, ട്രൂ സീലം ആൾസോ കാൾഡ് ഷീസോസീലോസ് ആൻഡ് സീലോമിക് ഫ്ലൂയിഡ് സെർവസ് ദി ഹൈഡ്രോസ്കെലിറ്റൻ ആണ്. പിന്നെ ഇവർക്ക് ബോഡി സെഗ്മെന്റലി റിപ്പീറ്റഡ് കൈറ്റിനേറ്റ് ബ്രിസ്റ്റിൽസ് കാൾഡ് സീറ്റയും കീറ്റയും ഒക്കെ ആയിട്ട് മാറും. എംബഡഡ് ഇൻ സ്കിൻ ആണ് കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ ലാർവ വെൻ പ്രസന്റ് ഈസ് കാൾഡ് ട്രോക്കോഫോർ എന്നാണ് അറിയുന്നത്. അടുത്തയാണ് ഫൈലം ആർത്രോപോഡ. എക്സാമ്പിൾ അപ്പിസ്, ഹണിബി, ലാസിഫർ, ലാക്ക് ഇൻസെക്ട്, അനോഫിലിസ്, ക്യൂലിസ് പോലുള്ള മോസ്കിറ്റോസ് എല്ലാം ഫൈലം ആർത്രോപോഡയാണ്. ഇവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ബോഡിയാണ്. ഇവർക്ക് അപ്പൻഡേജസ് ഓർ ജോയിന്റഡ് ലെഗ്സ് ഉള്ളത് കൊണ്ടാണ് ആർത്രോപോഡ എന്ന് വിളിച്ചിരിക്കുന്നത്. ദേ ഹാവ് ബ്ലഡ് ഫിൽഡ് ഹീമോസീൽ ആണ് കാണപ്പെടുന്നത്. എക്സോസ്കെലിറ്റൻ ഈസ് മെയ്ഡ് ഓഫ് ഡെഡ് കൈറ്റിനസ് ക്യൂട്ടിക്കിൾ ആണ്, കാൾഡ് എക്കിഡിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇവർക്കൊരു സെഫാലോ തൊറാക്സ് ഉണ്ട്. പിന്നെ മൗത്ത് പാർട്സ് ആർ അഡാപ്റ്റഡ് ഫോർ വേരിയസ് മോഡ്സ് ഓഫ് ഫീഡിങ്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേഷൻ ഈസ് ജനറൽ ബൈ ബോഡി സർഫസ് ആണ്. ചില ആർത്തോപോഡയിൽ ഗിൽസ്, ബുക്ക് ഗിൽസ്, ട്രക്കിയ, ബുക്ക് ലെൻസ് ഒക്കെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്. കോക്സൽ ഗ്ലാൻസ് അഥവാ ഗ്രീൻ ഗ്ലാൻസ് ഒക്കെ കാണപ്പെടുന്നത് ഫൈലം ആർത്രോപോഡയിലാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. ഏതിന്റെ ഫൈലം ആർത്രോപോഡയിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫൈലം മൊളസ്ക. എക്സാമ്പിൾ വരുന്നത് പില, പിലയുടെ കോമൺ നെയിം ആപ്പിൾ സ്നേക്, സെപ്പിയ, കട്ടിൽ ഫിഷ്, ലോളിഗോ, സെക്വിഡ്, സ്ക്വിഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫൈലം മൊളസ്കയാണ്. ഇവര് പൊതുവെ ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ, ബോഡി ഈസ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് അൺസെഗ്മെന്റഡ് ആയി. ഇനി ഇവരുടെ എടുത്തു പറയുന്നത് മൗത്ത് contains a rasping organ for feeding called the radula. Mandil or pallium more or less covers the body and secretes a shell made up of calcium carbonate. ഇതാണ് ഫൈലം മൊളസ്കയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഓക്കെ, ബാക്കിയൊക്കെ വെച്ച് വായിച്ചു വിട്ടണമെന്നുള്ള ബാക്കിയൊന്നും അത്ര NCERT ബേസ്ഡ് ഒന്നുമല്ല, വളരെ ഹൈ ലെവലാണ്, അത്രയൊന്നും ആവശ്യമില്ല. അടുത്ത ഫൈലമാണ് ഫൈലം എക്കിനോഡെർമേറ്റ്. എക്സാമ്പിൾ അസ്റ്റേരിയാസിസ്, എക്കിനസ്, കുക്കുമേരിയൊക്കെ ഇതിന്റെ അകത്ത് വരുന്നതാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, സിമെട്രിക്കൽ ബൈലാറ്ററൽ ഇൻ ലാർവെ, പക്ഷെ പെന്റാമറസ് റേഡിയൽ സിമെട്രി ആവും, അഡൽട്ട് ആവും. പിന്നെ ഇവർക്ക് പ്രസൻസ് ഓഫ് ആംബുലാക്രൽ സിസ്റ്റം ഓർ ദ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളതാണ് ഈ ജീവികൾ. ഏത് ജീവികള്? ഫൈലം എക്കിനോഡെർമേറ്റ്. പിന്നെ ഇവരിൽ കാണപ്പെടുന്ന ട്യൂബ് ഫീറ്റ് ഓഫ് ദിസ് സിസ്റ്റം ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആണ്. ഇത്രയും ആലോചിച്ച് വെച്ചിരുന്നു. ഇനി അടുത്താണ് ഫൈലം ഹെമികോർഡേറ്റ്. എക്സാമ്പിൾ ബെലനോഗ്ലോസസ് ഓർ ദ ടങ് വോം, പിന്നെ സാക്കോഗ്ലോസസ്. അവർക്ക് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് അനിമൽസ് ആണ്.
പിന്നെ ഇവർക്കുള്ളത് ഫോർഗെറ്റ് ഗീവ്സ് റൈസ് ടു ഔട്ടർ ഹോളോ ബക്കൽ ഡൈവർട്ടിക്കുലം കാൾഡ് ദ സ്റ്റോമോകോഡ് ഇൻടു പ്രൊബോസിസ് ഏർലിയർ കൺസിഡേർഡ് ആസ് നോട്ടോകോഡ്. ഇതൊക്കെ ഇവരുടെ ഫീച്ചേഴ്സ് ആണ്. ഇനി അടുത്തതാണ് ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ ഞങ്ങൾക്ക് അറിയാം, ഫണ്ടമെന്റലി ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എന്തായിരിക്കും? കോർഡേറ്റയ്ക്ക് നോട്ടോകോഡ് ഉണ്ട്, ഒരു ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്, പേഡ് ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നോട്ടോകോർഡേറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അവർ ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഫൈലം കോർഡേറ്റ ഈസ് ഡിവൈഡഡ് ഇൻടു 3 സബ് ഫൈല. യൂറോ കോർഡേറ്റ, അതിൽ പ്രധാനപ്പെട്ട ജീവി ഡോളിയോളം. സെഫാലോ കോർഡേറ്റ, വളരെ പ്രധാനപ്പെട്ടത് ബ്രാങ്കിയോസ്റ്റോമ. പിന്നെ വരുന്ന മൂന്നാമത്തെ സബ് ഫൈലയാണ് വെർട്ടിബ്രേറ്റ്. ഓക്കെ, ഇനി ക്ലാസ് സൈക്ലോസ്റ്റോമയാണ് നമ്മൾ ഇനി ആദ്യം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ. എക്സാമ്പിൾ പെട്രോമൈസൺ, ലാംപ്രിയും, മിക്സീൻ അഥവാ ഹാഗ് ഫിഷ്. The cyclostomes are round mouthed jawless fish. jaw ഇല്ലാത്ത ഫിഷുകളാണ്. They have suctural tongue which possess horny teeth. അവരുടെ എൻഡോസ്കെലിറ്റൻ കാർട്ടിലേജിനസ് അത്ര ഓർത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ക്ലാസ് കോൺജിറ്റൈസ് ഓർ ദ കാർട്ടിലേജിനസ് ഫിഷസ്. എക്സാമ്പിൾ സോളിയോഡൺ, പ്രിസ്റ്റിസും, ട്രൈഗൺ. ഇവര് മോസ്റ്റ് കാർട്ടിലേജിനസ് ഫിഷസ് എന്തായിരിക്കും? മറൈൻ ആയിരിക്കും, കംപ്രസ്ഡ് ആണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്, പെൽവിക് ഫിൻസ് കാണും. പിന്നെ അതിൽ ഇലക്ട്രിക് ഓർഗൻസ് ഉള്ളതാണ്, ടൊർപീഡോ ഒക്കെ വരും. എക്സാമ്പിൾ ആണ്. ദേ ആർ ഓവിപാരസ് ആണ്. ഇനി അടുത്തതാണ് ക്ലാസ് ഓസ്റ്റിസ്റ്റൈസ് ഓർ ദ ബോണി ഫിഷസ്. എക്സാമ്പിൾ എക്സോസീറ്റസ് ഓർ ദ ഫ്ലൈയിങ് ഫിഷും, ഹിപ്പോകാമ്പസ് അഥവാ സീ ഹോഴ്സ്. അപ്പൊ അവർക്ക് ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ബോഡിയാണ്. സ്കെയിൽസ് ആർ ഓഫ് 3 ടൈപ്സ്: ഗാനോയിഡ്, സൈക്ലോയിഡ്, സീറ്റീനിയോയിഡ് ടൈപ്പിൽ. പിന്നെ പ്ലക്കോയിഡ് സ്കെയിൽസ് ആബ്സെന്റും ആണ് ഇവരുടെ. അത്ര ആലോചിച്ച് വെച്ചിട്ടാണ്. പിന്നെയാണ് ക്ലാസ് ആംഫിബിയ. എക്സാമ്പിൾ ബ്ലൂഫോ, ടോഡ്, റാണ, ഫ്രോഗ്, സലമാൻഡർ. ഇതൊക്കെ ആംഫിബിയസിന് എക്സാമ്പിൾ. അപ്പൊ ഇവർക്ക് എന്താണ്? ആംഫിബിയൻ സ്കിൻ ഈസ് യൂഷ്വലി വിത്തൗട്ട് സ്കെയിൽസ് ഒന്നും കാണപ്പെടത്തില്ല. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ റെസ്പിറേഷൻ ബൈ ലങ്സ് ആണ്. സ്കിന്നുണ്ട്, ബക്കോഫാരിഞ്ചൽ ക്യാവിറ്റി, ഗിൽസ്. പിന്നെ അടുത്താണ് ക്ലാസ് റെപ്റ്റീലിയ. എക്സാമ്പിൾ ഹീലോൺ ടർട്ടിൽ, ടെസ്റ്റ്യൂഡോ ടോർട്ടോയിസ്, ക്യാമലിയോൺ, ട്രീ ലിസാർഡ് ഒക്കെ ഇതിന്റെ അകത്ത് വരും. പിന്നെ സ്കിൻ ഈസ് ഡ്രൈ, റഫ് ആൻഡ് വിത്തൗട്ട് ഗ്ലാൻസ് ആയി. പിന്നെ വരുന്നതാണ് ക്ലാസ് സേവ്സിന്റെ അകത്ത്. എക്സാമ്പിൾ കോർവസ് ക്രോ ഉണ്ട്, കൊളംബിയ പീജൻ ഉണ്ട്, പിസ്റ്റുലാക്കുല പാരറ്റ് ഉണ്ട്. ഇവരുടെ ബോഡി ബോട്ട് ഷേപ്ഡും സ്ട്രീം ലൈൻഡും ആണ്. ഇവരുടെ ലെഗ് ബിയേഡ്സ് ഹോണി എപ്പിഡെർമൽ സ്കെയിൽസ് ആണ്. പ്രീൻ ഗ്ലാൻഡ്സ് ഓർ ദി യൂറോപീജിയൽ ഗ്ലാൻഡ് പ്രസന്റ് അറ്റ് ദ ബേസ് ഷോർട്ട് ടെയിൽ ഓർ ദ യൂറോപീജിയം. അതാണ് അവർക്ക് ഒരു എണ്ണയും കുഴപ്പൊക്കെ പോലെ അത് കിട്ടുന്ന കാര്യം. അവർക്ക് എങ്കിലും പറക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് സിസ്റ്റം വിത്ത് തിൻ വാൾഡ് എയർ സാക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ്. വോയിസ് ബോക്സ് ഓർ ദ സിറിങ്സ് ലൈസ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് ദ ട്രക്കിയ. ഇവർക്ക് ഹാർട്ട് 4 ചേമ്പേർഡ് ആയിരിക്കും. പിന്നെ ഇഷ്ടംപോലെ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്ത ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. അതിന് എക്സാമ്പിൾ ഓർണിത്തോറിംഗസ്, ഡബിൾ ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്, മാക്രോപ്പസ്, ടെറോപ്പസ്, മക്കാക്ക. ഇതൊക്കെ ക്ലാസ് മമേലിയയിൽ വരുന്നതിന്. മമേലിയ വാം ബ്ലഡഡ് ആണ്, ഹെയറി ആണ്, ഹാവ് മാമറി ഓർ മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഗ്ലാൻഡ്സ് കാണും. എൻഡോസ്കെലിറ്റൻ ബോണി ആണ്. സ്കിൻ ഈസ് ഗ്ലാൻഡുലാർ ആൻഡ് കവേർഡ് ബൈ എക്സോസ്കെലിറ്റൻ ഓഫ് ഹെയർ ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഡെവലപ്ഡ് ആണ്. റെസ്പിറേഷൻ ഒക്കേഴ്സ് ബൈ ലങ്സ്. ഹാർട്ട് നിങ്ങൾക്ക് അറിയാം മമേലിയക്ക് 4 ചേമ്പേർഡ് ആണ്. സ്കള്ള് ഡൈക്കോണ്ടിലിക് ആണ്. പിന്നെ ഒപ്റ്റിക് ലോബ്സ് ആർ ഡിവൈഡഡ് ഇൻടു 4 ലോബ്സ് ആണ്. കോർപോറ കോട്രിജെമിന എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ 12 പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. പ്ലാസന്റ വഴിയാണ് ഡെവലപ്മെന്റ്. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് മമേലിയയുടെ അകത്ത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ എസെൻഷ്യലി വരുന്ന പലതരം ഫൈലങ്ങൾ. അതിലെ കീവേഡ്സ് എന്നാണ് ഞാൻ ഇതിനെ പറയാറുള്ളത്. കാര്യം അങ്ങനെ തന്നെ നിങ്ങൾ അതിനെ ഓർത്തു വെച്ചിരുന്നാലാണ് ഇതിൽ എക്സാമ്പിൾ ആണ് ഇതിൽ ഏറ്റവും ടഫ്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ മാക്സിമം എഫേർട്ട് എടുക്കുക. ബാക്കി ലക്കാണ്. എത്ര പഠിച്ചാലും ചിലപ്പോൾ മാർക്ക് എളുപ്പത്തിൽ കിട്ടാം, ചിലപ്പോൾ ഒട്ടും കിട്ടത്തില്ല. അങ്ങനെ ഒരു അണ്ടകടാകം പോലെ കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ് 11th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ അനിമൽ കിങ്ഡം. അതിന്റെ എസെൻഷ്യൽ തിയറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. MCQ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.